ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ അടിപൊളി പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പയറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പയറുപരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ ഒരു അരപ്പയിൽ വെള്ളം വാർന്ന് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്ന് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കുക്കർ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്ന പയറുപരിപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ പറ്റി ഇതിനകത്തൊരു കുത്തൽ സ്മെല്ലുണ്ടാവും. അതൊക്കെ നന്നായിട്ട് മാറി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇതുപോലെ പയറുപരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നതായിരിക്കും. ഇനി ഇതിനകത്തോട്ട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി നല്ലതുപോലെ കാച്ചിയെടുത്തതിന് ശേഷം ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പയറുപരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മധുരം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെട്ടിത്തിളപ്പിച്ച വെള്ളമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനകത്തോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ പയറുപരിപ്പിൻ്റെ ഒരു കുത്തൽ സ്മെല്ലുണ്ടാവും. അത് നന്നായിട്ട് മാറി വരുന്നതായിരിക്കും. ഇത് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഞാനിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ നല്ല അടിപൊളി പായസം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് പായസത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള പയറുപരിപ്പ് പായസം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഓണത്തിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.